ശമ്പളം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ തുക അനുവദിക്കുക, ഓണറേറിയം കുടിശ്ശിക ഉടൻ നൽകുക, സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് ആശാവർക്കേഴ്സ് കോൺഗ്രസ് INTUC കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 1000 രൂപയാണ് ഓണറേറിയമായി ഇന്ന് ഗവൺമെന്റ് നൽകുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, INTUCക്ക് ആവശ്യപ്പെടാനുള്ളത് 21,000 രൂപ മാസവേതനമായി ലഭിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഈ സഹോദരിമാർക്ക് ജീവിക്കണം, അവരുടെ കുടുംബം പുലർത്തണം, അവരുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ തല ഉയർത്തി നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതല്ലെങ്കിൽ കേരളത്തിൽ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ അടിവേര് കളയത്തക്ക വിധത്തിലുള്ള സമരത്തിലേക്ക് കേരളത്തിലെ ആശാ വർക്കേഴ്സ് മാറും. അതിന് INTUCയുടെ പൂർണ്ണമായ പിന്തുണയും ഇവിടെ ഞങ്ങൾ നൽകുകയാണ്. ഈ സമരം INTUC ഏറ്റെടുക്കുന്നു. ഈ സഹോദരിമാർക്ക് വേണ്ടി ശക്തമായ സമരങ്ങളുമായി കേരളത്തിൽ INTUC വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. തുടർന്ന് പ്രവർത്തകർ പിച്ചതേണ്ടി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജയശ്രീ പ്രഹ്ലാദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടിജോ, INTUC സംസ്ഥാന ഭാരവാഹികളായ അനിയൻ മാത്യു, സാബു പുതുപ്പറമ്പിൽ, PV പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി സണ്ണി കാഞ്ഞിരം, ആശാവർക്കേഴ്സ് ജില്ലാ ഭാരവാഹികളായ രാജശ്രീ വേണുഗോപാൽ, ഷീന കല്ലന്തറ, രമാദേവി മനോഹരൻ, ഷൈനി തോമസ്, ഷീജ, സിനി സലി, ജമീല പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.